ഗൗരാമിക്ക് പൊതുവെ ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഇതിൻ്റെ മെയിലും ഫീമെയിലും തമ്മിൽ തിരിച്ചറിയാന്നുള്ളത്. അപ്പം നമ്മൾ മെയിലും ഫീമെയിലും തമ്മിൽ തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം ഇവരുടെ ചെവിയുടെ പുറകിൽ ഒരു മുഴയുണ്ട്. നമ്മുടെ ഈ ചെവിയുടെ പുറത്തെ പോലെ മുഴയുണ്ട്, അത് വെളുത്തിരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ പുറകുണ്ടോ, ഇതുണ്ടോ, ഇതിൻ്റെ പുറകിലത്തെ ഈ കളർ ബ്ലാക്ക് ആയിരിക്കും. ഇതുണ്ട്, ബ്ലാക്ക് ഉണ്ടോ? ഞാൻ മെയിലിനെ പിടിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ മെയിലിന് ഇത് ഞാൻ കാണിച്ചു തരാം. അത് അനങ്ങിയ പോയി. ഇത് പിന്നെ ഇപ്പോൾ നമുക്കിവിടെ കിടക്കുന്നതിൽ 5 കിലോ ഏറ്റവും വലുത്. അതിലും വലിപ്പമുള്ളതുണ്ട്. ഇതിന്റെ പുറക് വെളുത്തായിരിക്കും. കണ്ടോ, ഇത് വെളുത്തായിരിക്കുന്നു, മറ്റേ കറുത്തിരിക്കും. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. രണ്ടാമത് ഇവരുടെ വാലിത് കണ്ടോ, വാലിന്റെ ഇവിടെ കൂർത്തിരിക്കും. ഫീമെയിലിന്റെ മുകൾ ഭാഗം റൗണ്ടിലിരിക്കും. കെവിരയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു 5 കിലോ ഒക്കെ ഉള്ള മെയിലും ഒരു 3.5 കിലോ ഉള്ള ഫീമെയിലും ആണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വലിപ്പം കിട്ടും, വളർച്ചയും കൂടുതലായിരിക്കും. ചെറിയ മീനൊക്കെ ആകുമ്പം അതിന് വളർച്ച കുറവായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ബ്രൂ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഏറ്റവും നല്ല ബ്രൂ സ്റ്റോക്ക് നോക്കി എടുക്കണം. അതുപോലെ തന്നെ ഒരു 3 വർഷം 4 വർഷമായ മീനാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഒരു 3 വർഷമായത്. ഇതിൻ്റെ അകത്ത് ഞാൻ ബ്രീഡിങ്ങിന് പെയർ കൊടുത്താൽ ഇതിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പോണ്ടിൽ നമുക്കൊരു ഗൗരാമി ഇടുവാണെങ്കിൽ ഒരു 150 എണ്ണം വരെ ഇടാം. ഇപ്പം നമുക്ക് ഇടുമ്പം 300 കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഇടാം. പക്ഷെ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ മാറ്റിയിടണം ടാങ്കിലേക്ക്, എന്നാൽ മാത്രമേ അത് വളരുള്ളൂ. നമുക്കൊരു 2 കിലോ ഒക്കെ ആക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 സ്ക്വയർ ഫീറ്റ് എങ്കിലും എയർ സ്പേസ് വേണം. ഏറ്റവും കുറഞ്ഞത് 2-3 സ്ക്വയർ ഫീറ്റ് എയർ സ്പേസ് വേണ്ടി വരും. അതായത് ഒരു കുളത്തിന് 10x10 ആണെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് വരും. ഗൗരാമി വലുതാക്കാനാണെങ്കിൽ നമുക്കൊരു 50 എണ്ണം ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊടുത്താൽ മതി. ചേമ്പിൻ്റെ ഇല തിന്നും, ചേനയുടെ ഇല തിന്നും, കപ്പയുടെ ഇല തിന്നും, പിന്നെ ചക്കപ്പഴം തിന്നും, ചക്ക തിന്നും, ചക്കയുടെ ചകണി പാടെല്ലാം ഇത് തിന്നോളും. ഒന്നും കളയേണ്ട ആവശ്യം, എല്ലാം ഇവർക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ വലുതാകണം. ഒരു കൈപ്പത്തി വലിപ്പം കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും നന്നായിട്ട് കഴിക്കാൻ തുടങ്ങും. അന്നേരമാണ് ശരിക്കും അതിൻ്റെ ഒരു വളർച്ച ആരംഭിക്കുന്നത്.